ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ യുവാക്കന്മാരെ, യുവതികളെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ജോലിക്ക് വേണ്ടി, പുതിയ കോഴ്സിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ അധ്വാനങ്ങളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി കുറേ മക്കൾ ഇവിടെ കത്തെഴുതി. അവർക്ക് നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റി, നല്ലൊരു രാജ്യത്ത് പോകാൻ പറ്റി, നല്ലൊരു കോളേജും നല്ലൊരു ഹോസ്റ്റലൊക്കെ അവർക്ക് കിട്ടി എന്നൊക്കെ അവർ എപ്പോഴും നന്മ നിറഞ്ഞ, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള കത്തുകൾ ഇവിടെ വരാറുണ്ട്. ഈ വിശുദ്ധൻ്റെ മാതൃശക്തി നമ്മുടെ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയ ചില ജീവിതത്തിന് സൗഭാഗ്യങ്ങൾ നമുക്കുണ്ടാവാം. നഷ്ടപ്പെട്ടു പോയ ചില ജോലി സാധ്യതകൾ നമുക്കുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളുണ്ടാവാം. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില വസ്തുക്കൾ ഉണ്ടാവാം. ഈ നഷ്ടപ്പെട്ടു പോയതിനെല്ലാത്തിനും തിരിച്ച് നമുക്ക് തരുന്ന മാതൃശക്തിയുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില ആൾക്കാരൊക്കെ ഇവിടെ മെസ്സേജ് ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ ഒരു സാധനം, പ്രധാനപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി, ചില ആഭരണങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ചില ഡോക്യുമെൻറ്റുകൾ, വീടുമായി അല്ല സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഡോക്യുമെൻറ്റുകൾ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ നിയോഗം വെക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാധനം യഥാസമയത്ത് ഈ വിശുദ്ധന് മാധ്യസ്ഥം വഴി ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. രണ്ടാമതായിട്ട് നല്ലൊരു ദിശാബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ദിശാബോധം, പുതിയ ജോലികൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, പുതിയ കോഴ്സുകൾക്ക് പോകുവാൻ വേണ്ടി, പുതിയ കോളേജുകൾക്ക് പോകാൻ വേണ്ടി, നല്ലൊരു വിദേശ രാജ്യത്ത് പോയി പഠിക്കുവാനും ജോലി ചെയ്യുവാനും വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പഠന മേഖലകൾ, പുതിയ ജോലി മേഖലകൾ തുറന്നു കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധൻ്റെ മാതൃശക്തി നമ്മുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനത്തിന് അഭിഷേകം ഉപയോഗിച്ച് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെല്ലാം ദൈവം തിരിച്ചു തരട്ടെ. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവാം, രേഖകളുണ്ടാവാം. അത് യഥാസമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആഭരണങ്ങളുണ്ടാവാം, നഷ്ടപ്പെട്ടു പോയ ചില സാധനങ്ങളുണ്ടാവാം. അതെല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. നഷ്ടപ്പെട്ടു പോയ ചില ബാങ്ക് ബാങ്കുകളിലായിരിക്കുന്ന നിങ്ങളുടേതായിട്ട് പ്രിയപ്പെട്ട ചില സാധനങ്ങളുണ്ടാവാം. ലോൺ വെച്ചതായിരിക്കാം, തൽക്കാലത്തേക്ക് വെച്ചതായിരിക്കാം. അങ്ങനത്തെ സാധനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ. ഈ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. ചില ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ ചില സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ അന്വേഷിക്കുന്ന ചില സാധനങ്ങൾ, ചില വ്യക്തികൾ, ചില രേഖകൾ, അതെല്ലാം ദൈവം നിങ്ങൾക്ക് കാലക്രമത്തിൽ നിങ്ങൾക്ക് തിരിച്ചു തരട്ടെ. ഈ നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ മാനസിക വിഷമങ്ങൾ പേറുന്ന കുറേ ആൾക്കാരുണ്ട്. ദൈവം അതെല്ലാം നിങ്ങളെ സ്വാന്തനപ്പെടുത്തട്ടെ. ദൈവം സാന്ത്വനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കോഴ്സിന് വേണ്ടി, നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാ ആൾക്കാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി വരാൻ പോകുന്ന നീറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരെ സമർപ്പിക്കും. വിവിധങ്ങളായ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പരീക്ഷയ്ക്ക് വേണ്ടി രാവും പകലും ഉറക്കമൊന്നും ഇല്ലാതെ അധ്വാനിക്കുന്ന എല്ലാ യുവതിയുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഇടപെടട്ടെ.
മറ്റു സംസ്ഥാനങ്ങളിൽ പോയി വിദേശത്തേക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വിവിധങ്ങളായ ഭാഷ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും സമർപ്പിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ. വിജയം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് ജീവിതത്തിൽ ദിശാബോധം തന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും അതനുസരിച്ച് നല്ല പഠന മേഖല, നല്ല ജോലി മേഖല, നല്ല രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രത്യേകമായി നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുതിയ പഠന മേഖലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലായിരുന്നു കൊണ്ട് ജോലിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പോയതാണ്. പാർട്ട് ടൈം ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സമർപ്പിച്ച് പറയാം. നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്ന്, നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ, നിങ്ങളുടെ ലോണുകൾ അടയ്ക്കാൻ ആവശ്യമായ നല്ലൊരു ജോലി തന്ന് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്നും അങ്ങേ മാധ്യസ്ഥം വഴി എനിക്ക് നേടിത്തരണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും നല്ലൊരു സായങ്കാലവും രാത്രിയും നേരുകയാണ്. നിങ്ങളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ് നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. അതുവരെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവം നല്ല സായങ്കാലം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കണ്ണുനീരെ ആ ദൈവം തുടച്ച് മുഖത്ത് ദൈവം പുഞ്ചിരി കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.